ആരാധ്യനായ ശ്രീ വേണുഗോപാൽ സാർ, എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സന്തോഷത്തോടുകൂടി, അതേപോലെ തന്നെ ഒരൽപ്പം ദുഃഖത്തോടുകൂടി ഞാൻ എന്റെ പ്രണാമം അർപ്പിക്കുന്നു. ഈ 4 ദിവസങ്ങൾ ധാരാളം പേരെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ചിരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ധാരാളം പേരുടെ നല്ല വരികള്, അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ചെയ്യാറുള്ളതുപോലെ ആ നല്ല വാക്കുകളെല്ലാം ഗുരുവായൂരപ്പന്റെ കാലിലെ പുഷ്പാഞ്ജലിയായിട്ട് അങ്ങോട്ട് അയച്ചു. അത് ഞാൻ സ്വീകരിക്കാറുമില്ല. ആ സന്തോഷം എനിക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്താണ്. ഒരൽപ്പം ദുഃഖമുണ്ടെന്ന് പറഞ്ഞത്, ഇന്ന് ഇത് അവസാനത്തെ പ്രഭാഷണമാണ്. അത് ഇന്നത്തോടുകൂടി തീരുകയാണല്ലോ എന്നുള്ളതിലൊരു ദുഃഖമേ ഉള്ളൂ. ആ ദുഃഖത്തിലും സന്തോഷമുണ്ട്. നാളെ യാത്രയാവുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാരതീയരോട്, എന്റെ കുടുംബാംഗങ്ങളോട് നമ്മുടെ നാടിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ, നമുക്ക് ജന്മം നൽകിയ പരമപവിത്രമായ ഭാരതത്തിന്റെ വരികൾ പറയുമ്പോൾ, അവര് ഈ ഹാളില് എല്ലാ ദിവസവും 2 മണിക്കൂറിൽ കൂടുതൽ സമയം ഓട്ടുവായ വിടാതെ, വാച്ച് നോക്കാതെ അവരിരുന്നു, നിങ്ങളിരുന്നു. അതിന്റെ ആത്മസംതൃപ്തി അത് ഇന്നത്തോടുകൂടി തീരുകയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലും വരാൻ സാധിക്കില്ല. കാരണം എന്റെ ജന്മനാട്ടിൽ ചെയ്തു തീർക്കാൻ ഒത്തിരിയുണ്ട്. എന്ന അവസാനത്തെ ശ്വാസം എന്ന് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് ആ നാട്ടിൽ ഒത്തിരി ചെയ്തു തീർക്കാനുണ്ട്. അവിടെയും ആഗ്രഹമുള്ളവരുണ്ട്. കേരളത്തിന്റെ പുറത്തും അങ്ങ് വടക്കേ അറ്റം മുതൽക്ക് തെക്കേ അറ്റം വരെ 103 കോടി ജനതയുടെ അടുത്ത് എത്തണ്ടേ? അതിന് എണ്ണപ്പെടുന്ന ദിവസങ്ങളേ ഉള്ളൂ. എങ്കിൽ അതിനു മുമ്പിൽ കുറച്ച് പുഷ്പങ്ങൾ വിതറി വരണം. അതുകൊണ്ട് ഇടയ്ക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞേ ഉള്ളൂ. സന്തോഷമുണ്ട്. ഭാരതീയ പൈതൃകത്തിന്റെ അഗാധ തലത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരംശം സമയം ഇത് പഠിക്കാൻ വേണ്ടി സാധിക്കണം. സ്വാതന്ത്ര്യം കിട്ടി 57ാമത്തെ വർഷവും കഴിയാൻ പോകുന്നു. 57 ഡിവൈഡഡ് ബൈ 20 ഏതാണ്ട് 3 തലമുറ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് പഠിക്കാൻ അവസരം ലഭിച്ചില്ല പലർക്കും. നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് പഠിക്കണമെന്ന് തോന്നിയില്ല പലർക്കും. നമ്മളുടെ രാഷ്ട്രത്തിന്റെ പൈതൃകം അന്ധവിശ്വാസവും ദുരാചാരവും നിറഞ്ഞതാണെന്ന് തോന്നി പലർക്കും. അങ്ങനെ എല്ലാം തോന്നിയവർക്ക് ഇനിയുമുണ്ട് അവസരം. നമ്മുടെ നാടിന്റെ അറിവ്,
അസ്തമിച്ചിട്ടില്ല, അസ്തമിക്കുകയുമില്ല. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആത്മസംതൃപ്തിയോടുകൂടി ഞാൻ ഭാരതീയനാണ് എന്ന് ചിന്തിക്കാനും പറയാനും ഉറക്കെ പറയിപ്പിക്കാനും നമുക്ക് സാധിക്കണം. ലോകത്തിന്റെ ഏത് മൂലക്കൽ ജീവിച്ചവനാണെങ്കിലും അവൻ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോൾ, ബോംബെയിൽ ഇറങ്ങുമ്പോൾ, വിമാനത്തിൽ നിന്നിറങ്ങി അവസാനത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുൻപ് ഭൂമി തൊട്ടൊന്ന് തലയിൽ വെച്ച് നടക്കാൻ സാധിക്കണം. ആ ഭൂമി തൊട്ട് തലയിൽ വെക്കുന്നത് കണ്ടാൽ കണ്ടു നിൽക്കുന്നവർക്കും നമ്മുടെ രാഷ്ട്രത്തോടുള്ള അഭിമാനവും സ്നേഹവും വളരാതിരിക്കില്ല. അനവധി വാക്കുകൾ കൊണ്ട് വിവരിക്കുന്ന ദേശസ്നേഹം ചിലപ്പോൾ ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നെല്ലാം തിരുവനന്തപുരത്ത് ഇറങ്ങാറുണ്ടോ, അന്നെല്ലാം മറ്റൊരു രാജ്യത്തിൽ നിന്നാണ് എന്റെ രാഷ്ട്രത്തിലേക്ക് ഞാൻ വരുന്നത് എങ്കിൽ അവസാനത്തെ ചവിട്ടുപടിയിൽ ബാഗ് വെച്ച് ഭൂമി 3 പ്രാവശ്യം തൊട്ട് തലയിൽ വെക്കുമ്പോഴെല്ലാം എനിക്ക് അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ആരെങ്കിലും വന്ന് എന്റെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോയിട്ട്, സാറ് ക്യൂവിൽ നിൽക്കണ്ട, സാറിന്റെ ഇവിടെ സീല് ഞങ്ങൾ അടിച്ചു തരാമെന്ന് പറഞ്ഞ് അടിച്ചെന്നെ ഇപ്പുറത്ത് കൂടെ ഗ്രീൻ ചാനലിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എന്നെല്ലാം കാനഡയിലും UK യിലും USA യിലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലും ഒമാനിലും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും സീലടിക്കാൻ എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തോന്നിയത്, ആ മണ്ണ് തൊട്ട് തലയിൽ വയ്ക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നിയ അഭിമാനമായിരിക്കണം. അവർക്ക് എന്നെ അറിഞ്ഞുകൂടാ, എന്നെ അറിയാനുള്ള സാധ്യതയുമില്ല. അത് നമുക്ക് സാധിക്കണം. ഈ ഭാരതത്തെ എതിർക്കുന്നവരും ഭാരതത്തെ അനുകൂലിക്കുന്നവരും ഭാരതത്തെ പുച്ഛിക്കുന്നവരും നമ്മളുടെ സംസ്കാരത്തോട് വിരക്തിയും അതുപോലെ വിദ്വേഷവുമുള്ളവരും അത് പഠിക്കണം, അത് പഠിപ്പിക്കണം. അവർക്ക് വിദ്വേഷമുള്ളത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയെങ്കിലും അത് പഠിച്ചാൽ, ഞാൻ പല ക്ലാസുകളിൽ പറഞ്ഞതുപോലെ പറയാം, നിങ്ങൾക്ക് ഇന്ന് തോന്നുന്ന ടെൻഷൻ നിങ്ങൾക്കുണ്ടാവില്ല, ഇന്ന് തോന്നുന്ന അരക്ഷിതാബോധം നിങ്ങൾക്കുണ്ടാവില്ല. ഇന്ന് നിങ്ങൾക്ക് ഒരു നിഷേധാത്മക മനോഭാവമുണ്ടെങ്കിൽ അത് മാറും. ആ നാടിനെക്കുറിച്ച് പഠിച്ചാൽ, ആ നാടിനെക്കുറിച്ച് അറിഞ്ഞാൽ, മറ്റെല്ലാ സംസ്കാരങ്ങളും അസ്തമിച്ചിട്ടും അസ്തമിക്കാതെ കിടക്കുന്ന ഒരു പവിത്രമായ ഭാരതഭൂമി ഒന്ന് രാവിലെയും വൈകുന്നേരവും കണ്ണടച്ച് ഒരു 10 സെക്കൻഡ് ആ ഭാരതത്തിന്റെ ചിത്രം, അവിടെ ജനിച്ച വേദവ്യാസൻ, ബൗദ്ധായനൻ, ആംഗീരസൻ, വിശ്വാമിത്രൻ, പിപ്പലാദൻ, വാൽമീകി തുടങ്ങിയ മഹർഷിമാര്, ചരകൻ, സുശ്രുതൻ, ആര്യഭടൻ, ഭാസ്കരൻ, പടേശ്വരൻ തുടങ്ങിയ ആചാര്യന്മാര്, പ്രഗത്ഭരായ ആചാര്യന്മാര്, ആ രാഷ്ട്രത്തിൽ ജനിച്ച വീരശൂര പരാക്രമികളായ രാജാക്കന്മാര്, ഇതെല്ലാം ആ രാജ്യത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റ് ഒരു രാജ്യത്തിനും അവകാശപ്പെട്ടതല്ല എന്ന് ഞാൻ പറയുമ്പോൾ 10-15 വർഷം ചരിത്രത്തിന്റെ ഭാഗവും നോക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ആ സന്തോഷത്തിന്റെ വരികൾ മാത്രം പറയാൻ സാധിക്കുന്ന ഭാരതത്തില് 1-2 ദുഃഖത്തിന്റെ വരികളും പറയാനുണ്ട്. ജസ്റ്റ് ഇന്നലെ പറഞ്ഞതുപോലെ ദുബായിയുടെ അത്രയും മാത്രമുള്ള പോർച്ചുഗീസുകാര് ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കി. ചെറിയ രാജ്യമായ ഡെൻമാർക്ക് ഇന്ത്യയെ കീഴടക്കി. വളരെ ചെറിയ രാജ്യമായ ഫ്രാൻസ് ഇന്ത്യയെ കീഴടക്കി. എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള ഇംഗ്ലണ്ടുകാര് ഇന്ത്യയെ കീഴടക്കി. 240 വർഷം
വിരലിന്റെ അകത്ത് വെച്ച് പിടിച്ചു. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നൊന്ന് ചിന്തിക്കുക. വികാരമില്ലാതെ ഇത്രയും കോടി ജനത ഓരോ കല്ലെടുത്ത് അവരെ എറിഞ്ഞിരുന്നെങ്കിൽ അവർ തിരിച്ച് അടുത്ത കപ്പലിൽ ഇങ്ങോട്ട് വരുമായിരുന്നു. നമ്മളത് ചെയ്തില്ല. നമ്മൾ പരസ്പരം ഭിന്നിച്ചിരുന്നു, അവഹേളിച്ചിരുന്നു, അവഹേളിപ്പിച്ചിരുന്നു, നിസ്സഹകരിച്ചിരുന്നു. ആർക്ക് ദുഃഖം വരുമ്പോഴും ദുഃഖമില്ലാത്ത അവസ്ഥ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയ.